ഗായ്സ്, നിങ്ങളുടെ ഇത് ഒരു ആക്നി പ്രോൺ സ്കിന്നാണോ? സെൻസിറ്റീവ് സ്കിന്നാണോ? നിങ്ങൾ എന്തൊക്കെ തേച്ചിട്ടും മാറുന്നില്ലേ നിങ്ങളുടെ ആക്നി? കുറേ ഹോം റെമഡീസ് ചെയ്തു. ബട്ട് ഗായ്സ്, ഐ ഹാവ് എ റെമഡി. 100% ഷുവർ ആയിട്ട് ഞാൻ പറയൂ. ബിക്കോസ് യു സീ ദ ആക്നി ഈ വ്യക്തികൾക്കൊക്കെ വന്നെങ്കിൽ മതിയാക്കി പൊയ്ക്കൂടെ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. ബട്ട് എനിക്ക് ഇതൊന്നല്ലായിരുന്നു. എൻ്റെ ഫുൾ ഫേസ് ആക്നി ആയിരുന്നു. നല്ല രീതിക്ക് ഷട്ട് ഡൗൺ ചെയ്ത് അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത ഒരു ഐറ്റമാണ് ദിസ് ഡെർംഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീം. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ നെടുവേർപ്പിടണം. ബിക്കോസ് എനിക്കൊരു സൊല്യൂഷൻ ഇല്ലാത്ത സമയമായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ എത്രയൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കാണിക്കും, മരുന്ന് കഴിക്കും, ആ സമയത്ത് മാറും. അതിലേറെ ഒരു ഓപ്ഷനില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. മെഡിസിൻ കഴിക്കുമ്പോൾ മാത്രം മരുന്ന് ആ ഒരു മെഡിസിൻ എത്തുമ്പോൾ മാത്രമുള്ള ആ ക്യൂർ ഉണ്ടല്ലോ, അതൊന്ന് കുറഞ്ഞു വരുന്ന ആ ഒരു അവസ്ഥ. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ ഇതാണ്. പിന്നെ കുറേ സോപ്പുകൾ മാറ്റി തന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥ ആയിരുന്നു. ഒരുപാട് കാലത്ത് ഓൾമോസ്റ്റ് ഒരു 3 to 5 years ഞാനിത് കൊണ്ട് ഞാൻ എൻ്റെ കോളേജ് ലൈഫും എൻ്റെ +2 സമയം എല്ലാം ഞാൻ ഇതുകൊണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് ടൈമുണ്ട്. സോ എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഹെൽപ്പായ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഈ പ്രൊഡക്റ്റ് മറ്റാരും പറഞ്ഞു തന്നതൊന്നല്ല. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് പല പ്രൊഡക്റ്റും യൂസ് ചെയ്ത് ഒരുപാട് ഹോം റെമഡീസും ചെയ്ത് അങ്ങനെ ചെയ്ത് ഒരു ലെവലെത്തിയപ്പോൾ മതി, ഇനി ആ കുര അവിടെ നിന്നോട്ടെ, അതിൻ്റെ കലകൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ദൈവദൂതൻ്റെ പോലെ വന്ന ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്നും കിട്ടിയതാണ് ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ മതിയാവും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാ വീഡിയോസും എൻ്റെ ന്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഫോളോ, കമൻറ്റ് ആൻഡ് ഷെയർ യുവർ ഫ്രണ്ട്സ് ടു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹോണസ്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത പ്രോഡക്റ്റുകളാണ്, അല്ലാണ്ട് മിസ്ലീഡ് ആവുന്ന ഒരു ഐറ്റം ഒന്നുമല്ല. എന്തായാലും എന്ത് തന്നെയായാലും നിങ്ങൾ വാങ്ങുന്നതിന് മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ബിക്കോസ് ഇതുമൂലം മറ്റൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കാനാണ്. സോ എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഐ വിൽ ഷോ യു ദ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ചിലർക്കെല്ലാം ഇത് അറിയാൻ മതിയോ? ബിക്കോസ് ഈ ഒരു സ്റ്റേജിൽ കൂടെ ഒരുപാട് ആൾക്കാർ കടന്നു പോയതായിരിക്കാം, ഐ തിങ്ക്. ബിക്കോസ് ഞാൻ കുറേ അന്നത്തെ ഒരു സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ട്. ദ പ്രോഡക്റ്റ് ഈസ്, യെസ്, യു ക്യാൻ സീ ഡെർംഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് ബ്രൈറ്റൻ ആൻഡ് റിപ്പയറിംഗ് സ്കിൻ കോംപ്ലക്ഷൻ. ഇതെൻ്റെ ഒരു ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 5ാമത്തോ 6ാമത്തോ 7ാമത്തോ ബോട്ടിൽ ആയിരിക്കണം. ഞാൻ അത്രയും യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും എൻ്റെ സ്കിന്നിൽ അത്രയും കുരുകളുണ്ടായിരുന്നു, അത്രയും കലകളുണ്ടായിരുന്നു, അത്രയും എന്താ പറയുക, വല്ലാത്തൊരു സ്റ്റേജ് കൂടെയായിരുന്നു ഞാൻ കടന്നു പോയത്. ബട്ട് എൻ്റെ സ്കിൻ കെയർ മാറ്റിയപ്പോൾ എനിക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ ചില പ്രോഡക്റ്റൊന്നും എനിക്ക് അങ്ങനെ ഒരു സ്യൂട്ട് ആവില്ലേ. അത് എല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരുവിധം എല്ലാ ആളുകൾക്കും മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് പ്രോഡക്റ്റ് വാസ് സോ ഗുഡ്. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ ആക്നി കണ്ട് നിങ്ങൾ നോക്കണ്ട, അത് ഹോർമോണൽ ആക്നിയാണ്. അത് എടുക്ക് വരും, ആ ടൈം ആകുമ്പോൾ പോകുന്നതാണ്. ബട്ട് അങ്ങനെ പണ്ടത്തെ പോലുള്ള ഒരു വിഷയം എനിക്കിപ്പം വരാനില്ല. ആൻഡ് ദിസ് ഫോർമുല വാസ് സോ ഗുഡ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് കുറവാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 2 to 3 weeks യൂസ് ചെയ്താൽ, 2 to 3 months യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഉറപ്പാണ്. ഇത് എൻ്റെ മാത്രം റിവ്യൂ അല്ല, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ അല്ല. എൻ്റെ കസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ
ഇത് നന്നെങ്കിൽ സ്കിന്നിനെ ഇവൻ ടോൺ ആക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ സ്കിന്ന് ഒരുപാട് റിപ്പയർ ആവും. പിന്നെ ഈ ആക്നി വന്നു പോയതിൻ്റെ മാർക്കെല്ലാം നല്ല രീതിക്ക് ഫെയ്ഡ് ആവാൻ വേണ്ടി സഹായിക്കും. മോർ ആക്നീസ് വരാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഡെയിലി നൈറ്റ് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്തെങ്കിലും ടോണേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ഒന്നും യൂസ് ചെയ്യില്ല. ഞാൻ ഡയറക്റ്റ് ഇതാണ് യൂസ് ചെയ്യൽ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതന്നെ യൂസ് ചെയ്യുന്നത്. മോർ ഓവർ എൻ്റെ ഒരു കുറേ ബോട്ടിൽസ് ഉണ്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ബോട്ടിൽ ഇതിൻ്റെ ലാസ്റ്റ് ബോട്ടിലാണ് എനിക്ക് ഇനി ഓർഡർ ചെയ്യണം. അല്ലാണ്ട് ഒരു എക്സ്ട്രാ ആയിട്ട് ഹൈപ്പ് കൊടുക്കുന്ന ഒരു റിവ്യൂ ഒന്നല്ല. ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് റിസൾട്ട്. നല്ല ടെക്സ്ചറാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഷോ യു. ഇത് എൻ്റെ പെയർ ഫേസാണ്. പിന്നെ എല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ നോക്കണം. നൈറ്റ് തന്നെ യൂസ് ചെയ്യണം. ബിക്കോസ് സൺസ്ക്രീന് മസ്റ്റാണ്. രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും പറ്റിയ സേഫാണ്. എനിക്ക് ഇത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു 25 ഗ്രാമിൻ്റെ ഒരു ഡബ്ബ വാങ്ങിയിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. യൂസ് ചെയ്ത് ഐ എം ഓക്കെ. എനിക്ക് എൻ്റെ സ്കിന്നിന് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തതും ഞാൻ യൂസ് ചെയ്തതും. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടിടാം. ബിക്കോസ് ആ സമയത്തുള്ളത് ഇപ്പോൾ ഒന്നുകൂടി സ്കിന്നെ ഒരു ഇതായിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെതായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്കിന്ന് നോക്കാൻ കഴിയാത്തതും പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്താലുമാണ് നമുക്കത് കൂടുതലായിട്ട് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ സമയത്തുള്ള ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചത്. ആ ടൈമിലുള്ള സ്കിന്ന് നല്ല ക്ലീൻ ആയതായിരുന്നു. പിന്നെ ഒരു സ്കാർ എന്തായാലും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അത് എത്ര പെട്ടെന്ന് പോകുന്ന ഒരു ഐറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പെട്ടെന്നൊരു പോകുന്ന ഒരു കാര്യമല്ല അത്. അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എടുക്കണം. ബട്ട് ഡെഫിനറ്റ്ലി ഫെയ്ഡ് ആവും. നല്ല രീതിക്ക് ആക്നെ വന്ന മാർക്കുകൾ നല്ല രീതിക്ക് ഫെയ്ഡ് ആവും. ഇവിടൊക്കെ എൻ്റെ ഒരു ഫുൾ ഒരു ടോട്ടലായിട്ട് സ്കിന്ന് ടെക്സ്ചർ വേറെ തന്നെ ആയിരുന്നു. ഭയങ്കര ഒരു ബം ആയിട്ട് പിന്നെ വലിയ വലിയ കുരുക്കൾ, പസ്സിലെ കുരുക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, എനിക്കൊരു സങ്കടം വരും. എന്നൊരു ആര് കണ്ടാലും കാണുന്നവർക്ക് ചോദിക്കാമല്ലോ എന്താണ് ഇത് ഇങ്ങനെ എന്താണ്. പക്ഷെ നമ്മൾ എത്രത്തോളം ഹേർട്ടാവുന്നു നമുക്ക് മാത്രമല്ല ഈ സ്റ്റേജിൽ കൂടെ കടന്നുപോയ ഒരുവിധം എല്ലാ ആളുകൾക്കും ഇത് മനസ്സിലാവും. ബിക്കോസ് വല്ലാത്തൊരു വിഷമം എന്ന കാര്യമാണ്. സോ ഗായ്സ്, നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലം അതായത് സ്കിന്നിന് വല്ലാത്ത ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു. ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്ത് ഒരു 1-2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ്. അത്രയും കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുകൊണ്ടൊരു സൈഡ് എഫക്റ്റോ കാര്യം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ പ്രഗ്നൻറ്റ് ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ സജസ്റ്റ് ചെയ്താൽ അവരോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ അധികം യൂസ് ചെയ്യാതാണ് നല്ലത് എന്നാണ് ഞാൻ കേട്ടുള്ളത്. ഐ ഡോണ്ട് നോ. ബിക്കോസ് അങ്ങനെയാണ് ഞാനും ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ഇടുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോസ് കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള ആളുകൾക്ക് ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത എല്ലാ സ്കിന്നിനും പറ്റിയതാണ്. സെൻസിറ്റീവ് സ്കിൻ ഓൾസോ ഇൻക്ലൂഡഡ്. ആൻഡ് ദ പ്രോഡക്റ്റ് വിത്ത് ഇതിൽ ഉണ്ടാവുന്ന മെയിൻ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ ഫ്യൂഷൻ ഫോർമുല വിത്ത് നിയാസിനമൈഡ് ആൻഡ് ആൽഫ അർഡുറ്റിൻ സെറ്റാണ്. നൈറ്റ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് 100% ആണ്. ഐ ഷുവർ ദാറ്റ്. ബിക്കോസ് ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു. ഒരുപാട് വിലയുള്ള പ്രോഡക്റ്റ്, ഒരുപാട് റേറ്റുള്ള പ്രോഡക്റ്റ്, ഒരുപാട് റിവ്യൂ കേട്ട് പല ആളുകളുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റിവ്യൂവും കേട്ട് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങി. എൻ്റെ പൈസ കുറേ പോയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ മെഡിസിൻ എടുത്ത് അത് നമുക്ക് ഒരു ഹാമാണ്. എങ്ങനെ മെഡിസിൻ എടുക്കുക പറയുമ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കാന്ന് പറയുമ്പോൾ വളരെ ഹാമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊക്കെ എനിക്ക് കുറേ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് ഇനി എന്താ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെക്കുമ്പോൾ കിട്ടിയൊരു പ്രോഡക്റ്റാണ്. ഞാനിത് ഒരു 2 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഇടയ്ക്ക് വെച്ച് നിർത്താണ്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇത് യൂസ് ചെയ്ത് നിർത്തി വെച്ചിട്ട് അതിനൊരു സൈഡ് എഫക്റ്റ് എക്സ്ട്രാ കൂടി പോകുന്ന അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ
നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതും നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നായി നമ്മുടെ സ്കിന്നും ഓക്കെ ഓൾമോസ്റ്റ് അങ്ങനെ റെഡി ആയിപ്പോവും. സോ നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ല ഫുഡ് കൊടുക്കാൻ നോക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കാൻ നോക്കുക, നല്ല സ്കിൻ കെയർ ചെയ്യുക. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഗൈസ്. നിങ്ങൾ എന്ത് തന്നെ ആയാലും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻ നിങ്ങളെ അറിയിക്കാൻ. ഇനി എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ മറ്റു പ്രോഡക്റ്റിന് സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾക്ക് റിവ്യൂ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.